പ്രധാനപ്പെട്ട വാർത്തയാണ്. തിരുവനന്തപുരത്ത് നിന്നാണ്. നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന തന്നെ ഒരു നടപടി തന്നെയാണ്. തിരുവനന്തപുരം BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുന്നു CPIM. സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്നാണ് CPIM ഉയർത്തിയിരിക്കുന്ന പരാതി എന്നുള്ളത്. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഇത് SP ദീപക്കും V ജോയിയുമാണ് പരാതി നൽകിയത്. SP ദീപക് നമുക്കറിയാം, തിരുവനന്തപുരത്ത് കൗൺസിലറാണ്, LDFിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു. ഇപ്പോൾ SP ദീപക്കും V ജോയിയുമാണ് ഈ പരാതി നൽകിയത്. നമ്മൾ സത്യപ്രതിജ്ഞയുടെ ചടങ്ങുകൾ നമ്മൾ കണ്ടതാണെന്ന്. അതായത് ആറ്റുകാലമ്മയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഒപ്പം മറ്റ് ദൈവങ്ങൾ, സ്വാമി അയ്യപ്പൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെയാണ് നിരവധി കൗൺസിലർമാർ, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത നിരവധി കൗൺസിലർമാർ അവർക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളുടെ പേര് വെച്ചിട്ടാണ് സത്യപ്രതിജ്ഞയെല്ലാം ചെയ്തിരുന്നത്. പുറകെ തന്നെ ഇത്തരത്തിലൊരു പരാതി വരാനുള്ള സാധ്യത വലിയ രീതിയിലുണ്ടായിരുന്നു. കാരണം അത് നിയമപരമായി അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു പരാതി എപ്പോൾ വരുമെന്നുള്ള ഒരു കാത്തിരിപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് നമ്മുടെ പ്രതിനിധി D ബിനോയിയോടും അദ്ദേഹം ഈ SP ദീപക് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പരാതി നൽകുമെന്നുള്ള സൂചനയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു SP ദീപക്. ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ കൗൺസിലർമാരുടെ, അതായത് BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയിൽ പരാതി നൽകിയിരിക്കുകയാണ്. അതായത് കൃത്യമായൊരു നിയമം അനുസരിച്ച് ഓരോ സത്യപ്രതിജ്ഞ ചൊല്ലുമ്പോഴും, നമ്മൾ കുറച്ച് ദിവസം മുമ്പാണ് ഈ രക്തസാക്ഷികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അതായത് ഒരു യൂണിവേഴ്സിറ്റിയാണ്, യൂണിവേഴ്സിറ്റി ഭാരവാഹിത്വവുമായി ബന്ധപ്പെട്ട ഒരു സത്യപ്രതിജ്ഞ ചടങ്ങായിരുന്നു. അങ്ങനെ രക്തസാക്ഷികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയാൻ പോയ സമയത്ത് അപ്പോൾ തന്നെ പറയുകയും ചെയ്തു, ഇതിനൊക്കെ കൃത്യമായൊരു നിയമമുണ്ട്, ആ നിയമം പാലിച്ചു പോകണം, പിന്നീട് അത് റദ്ദാക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയിലും ഇത്തരത്തിലുള്ള നിയമ നടപടികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. കോടതിയെ സമീപിക്കുമെന്നാണ്. അതായത് ആ തെരഞ്ഞെടുപ്പ് നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പല്ല, ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെ റദ്ദാക്കുന്ന തീരുമാനത്തിലേക്ക് വരെ കോടതിക്ക് എത്താനാകുമെന്നുള്ളതാണ് ഈ നിയമത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് മുന്നോട്ട് കാണുന്ന ചില നീക്കങ്ങൾ എന്ന് പറയുന്നത് എത്തരത്തിലായിരിക്കും, അതിനെ പ്രതിരോധിക്കുക BJP എന്നുള്ളതും കൂടി നമുക്കറിയേണ്ടതുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ആദ്യമായി BJP സ്വന്തമാക്കിയ പശ്ചാത്തലമാണ്. അതിനിടയിലാണ് ഇപ്പോൾ BJP കൗൺസിലർമാർക്കെതിരെ, അതായത് സത്യപ്രതിജ്ഞ ചെയ്ത ഇത്തരത്തിൽ പല പേരുകളിൽ സത്യപ്രതിജ്ഞ ചെയ്ത, അതായത് അവരുടെ ഇഷ്ടദൈവങ്ങളാണ്. എന്നിരുന്നാലും നിയമത്തിൻ്റെ വഴിക്ക് പോകേണ്ടതാണ്. നിയമം ഈ സത്യപ്രതിജ്ഞ ചൊല്ലുമ്പോൾ ആ സത്യപ്രതിജ്ഞയിൽ കൊടുത്തതെന്തോ അത് തന്നെ ചൊല്ലുക എന്നുള്ളതാണ് പ്രധാനമായും പാലിക്കേണ്ട നിയമം എന്നുള്ളത്. പൊതുവേ അതാരും അങ്ങനെ പറയാറില്ല. കൂടുതലും ഇഷ്ടപ്പെട്ട ദൈവങ്ങളുടെ പേര് ഉയർത്തിയാണ് സാധാരണ രീതിയിൽ അങ്ങനെ പറയുക. അത് പിന്നീട് വലിയ നിയമ നടപടികളിലേക്കൊന്നും പോകുന്നത് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ തന്നെ CPIMൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരുന്നു. SP ദീപക്കും കേരള വിഷൻ ന്യൂസിനോട് അങ്ങനെ പ്രതികരിച്ചിരുന്നതാണ്. ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു CPIM തിരുവനന്തപുരത്തെ BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ.